200 ബെഡുള്ള ആശുപത്രി വേണം. ബാക്കി മറ്റ് ഈ പറഞ്ഞ ഇന്റർ സ്റ്റഡീസ്, ഡിസിപ്ലിനറി സ്റ്റഡീസും മറ്റുള്ള സൗകര്യങ്ങളെല്ലാം നടത്തണമെങ്കിൽ കൊറോബറേറ്റീവ് സ്റ്റഡീസ് ഒക്കെ നടത്തുന്നതിനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണം. തിരുവനന്തപുരത്ത് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് സമയമില്ലാതെ ഞാൻ പറയുന്നില്ല, അത് നിങ്ങളുടെ ഈ പ്രോജക്ട് റിപ്പോർട്ട് വരുമ്പോൾ മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള വസ്തുതകളെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് തിരുവനന്തപുരം സജസ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടാനുള്ള സാധ്യത കൂടും. ആ കാര്യമാണ് പറഞ്ഞത്. ഇത് എല്ലാവരെയും ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ള ആരും രഹസ്യമായിട്ട് നീങ്ങിയതല്ല, എല്ലാവർക്കും പ്രിന്റ് ചെയ്തുള്ള ആരും വായിക്കാത്തതിന് എന്റെ കുഴപ്പമില്ല. ഇത് ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞു എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ നടന്നിട്ടുള്ളൂ. മുഖ്യമന്ത്രി സമ്മതിച്ചു. ഇതിന് അവിടുത്തെ ചില എതിർപ്പ് ഈ മീറ്റിംഗിൽ തന്നെ നമ്മുടെ തന്നെ ആൾക്കാരെ കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് വെച്ചു. അതായത് അപ്പൊ അവര് മുഖ്യമന്ത്രി തന്നെ മറുപടി കൊടുത്തു, നമുക്കൊരു സ്ഥാപനം നഷ്ടപ്പെടുകയല്ല, നമ്മുടെ ഒരു സ്ഥാപനം ഇന്റർനാഷണൽ ലെവലിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു യജ്ഞമാണ്. അദ്ദേഹം വളരെ സെസ്, TBGRI, രാജീവ് ഗാന്ധി ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതൊക്കെ സ്റ്റേറ്റിന്റേതായിരുന്നു. അതൊക്കെ സെൻട്രലിന് കൊടുത്തിട്ട് കോടിക്കണക്കിന് രൂപ അവിടെ കിട്ടി ഡെവലപ്പ് ചെയ്യാൻ. അതോടൊപ്പം ഹോമിയോപ്പതിയും അങ്ങനെ ഒരു സ്ഥാപനം വരട്ടെ എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾക്ക് തീരുമാനം എടുക്കേണ്ടത്, ഇതിന് തീരുമാനമെടുത്ത ഇങ്ങനെ ഒരു വളരെ ഹോമിയോപ്പതിയുടെ വളർച്ചയ്ക്ക് അത് അനുയോജ്യമായ ഒരു തീരുമാനമെടുത്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ, ആരോഗ്യവകുപ്പ് മന്ത്രിയെ, ഈ പ്രത്യേകിച്ച് ഈ ഗവൺമെന്റിനെ അനുമോദിച്ചുകൊണ്ടുള്ള ഒരു ഇത് ഇവിടെ തീരുമാനമെടുത്ത് പത്രത്തിൽ അറിയിക്കുകയാണ്. ഒരു വലിയ സംഭവമാണ്, അത് ചെറിയ കാര്യമാണ്. ഒരു ഗവൺമെന്റ് ഇത്രയും ഒരു സ്ഥാപനം വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. അതിന്റെ വസ്തുതയൊക്കെ നോക്കിയാൽ അവിടെ ഇപ്പൊ 11 ഏക്കർ സ്ഥലമുണ്ട്, ഇത്രയും കെട്ടിടങ്ങളുണ്ട്, 250 ബെഡിടാനുള്ള വലിയ ബൃഹത്തായ കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട്. 100 ബെഡേ ഉള്ളെങ്കിലും. പിന്നെ ബാക്കി ഹോസ്റ്റൽ ബിൽഡിംഗ്സ് ഉണ്ട്. പെൺകുട്ടികളുടെ 150 പേരെ താമസിപ്പിക്കാം, ആൺകുട്ടികളുടെ 120 പേരെ താമസിപ്പിക്കാം. വലിയൊരു അതിന് പുറമെ ഒരു 5 ഏക്കർ സ്ഥലം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാനവിടെ പ്രിൻസിപ്പൽ ആയിരുന്ന കാലത്ത് അന്നേ ഉള്ള ഒരു സ്വപ്നമാണ്. എന്നെ സംബന്ധിച്ചുള്ള അന്നൊരു സ്വപ്നമാണ്. 1993 അതിന്റെ ഡെക്കേഡ് മൂവ്മെന്റ് സംഘടിപ്പിക്കുന്ന സമയത്ത് ഈ ബഹുമാനം അന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി ഉമ്മൻചാണ്ടി സാറിനെയും അത് ഹെൽത്ത് മിനിസ്റ്ററെ കുറിച്ച് വലിയ സമ്മേളനം കുറിച്ച് കൂട്ടി സംഘടിപ്പിച്ച് സമ്മതിപ്പിച്ച് ഉണ്ടാക്കിയതാണ്. അന്നേ ഒരു ആഗ്രഹമാണ്. അതിപ്പോഴാണ് സെൻട്രൽ ഗവൺമെന്റിന് ഇതിന്റെ രൂപം വന്നത്. ആ സമയത്ത് നമ്മൾ ഈ പ്രോജക്ട് കൊടുത്തു. അപ്പോൾ അത് മനസ്സിലാക്കണം. അത് ആ രീതിയിലാണ് അത് ബോധ്യം. പലരും പല കഥകൾ പറയും. നിങ്ങൾ എങ്കിലും വസ്തുതകൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ നമുക്ക് ഏറ്റവും വളരെ സന്തോഷമുള്ള കാര്യം, നമ്മുടെ ഈ ഡെക്കേഡ് മൂവ്മെന്റിലെ ഇവിടെ പറഞ്ഞ 56-55 ഇതുണ്ട്. ഈ 55 കാര്യങ്ങളിലും കാര്യമായ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ ചില മൂവ്മെന്റ്സ് നടന്നു വരുന്നു എന്നുള്ള സന്തോഷമായിട്ട് ഞാൻ അറിയിക്കുകയാണ്. ഒന്ന്, ഈ പറഞ്ഞ ക്ലിനിക്കൽസ്, ഈ പറഞ്ഞ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി. രണ്ടാമത് മറ്റൊരു കാര്യമാണ്, ഹെൽത്ത് പോളിസി ഉണ്ടാക്കണമെന്ന് നമ്മൾ ഇതിനകത്ത് പറഞ്ഞത് 56-ാമത്തെ ഐറ്റമായിട്ട് പറയുന്നത്. അതായത് കോംപ്രിഹെൻസീവ് ഹെൽത്ത് പോളിസി മേ ബി ഇവോൾവ്. അത് ഗവൺമെന്റ് നമ്മൾ നേരത്തെ കൊടുത്താണ്. ഗവൺമെന്റ് അത് വെച്ചിട്ട് ആ പോളിസിയുടെ ഫൈനൽ ഡിസിഷൻ ആയിട്ടില്ല. ആ പോളിസി വന്നപ്പോൾ നമ്മൾ ഇതിൽ പറയുന്ന പല കാര്യങ്ങളും ആ പോളിസി പ്രിസ്ക്രിപ്ഷൻസിൽ കൊള്ളിച്ചിട്ടുണ്ട്. ഒരു അവസരം നമുക്ക് ഗവൺമെന്റ് തന്നു. ഇനി അതിനെല്ലാം പുറമെ 12ാം പഞ്ചവത്സര പദ്ധതി, 13ാം പഞ്ചവത്സര കവർ ചെയ്താണ് 2012 മുതൽ 2022 എന്ന് പറയുന്നത്. അപ്പൊ ഈ 12ാം പഞ്ചവത്സര പദ്ധതിക്ക് രൂപം കൊടുക്കുന്ന അതിന്റെ വർക്കിംഗ് ഗ്രൂപ്പ് റിപ്പോർട്ട്, വർക്കിംഗ് ഗ്രൂപ്പ് പ്ലാനിംഗ് ബോർഡിന്റെ, അതില് ഞാൻ മനസ്സിലാക്കുന്നത് ഈ DMSCയുടെ അല്ലെങ്കിൽ ഇതിന്റെ ഒരു വലിയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് അതിനകത്ത് ഒരു ഹോമിയോപ്പതിക്കാരൻ ഒരു സ്ഥാനം കിട്ടി. എനിക്കൊരു അവസരം കിട്ടി. അത് ഞാൻ പരമാവധി ഉപയോഗിച്ച് അതിനകത്ത് ഈ പറഞ്ഞ കോലൊക്കേഷനും മറ്റു കാര്യങ്ങളും കൊള്ളിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഫലങ്ങൾ ഇനിയേ വരാൻ പോകും. അതെല്ലാം ഉപരി വേറൊരു ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പെർസ്പെക്റ്റീവ് പ്ലാൻ ഫോർ 2030 നിങ്ങൾ കേട്ട് കാണും. കേരള വിഷൻ 2030. അതിനു വേണ്ടി 2 ദിവസം വർക്ക്ഷോപ്പ് നടന്നു തിരുവനന്തപുരം. എല്ലാ മേഖലകളിലുള്ള എക്സ്പെർട്സിനെ വിളിച്ചു അതിന് ചില രൂപപരിപാടികൾ ഉണ്ടാക്കി. അതിലും എന്നെ വിളിച്ച് എനിക്ക് പ്ലാനിംഗ് ബോർഡിൽ നിന്ന് എന്നെ ക്ഷണിച്ചു അതിനകത്ത് പങ്കെടുക്കാൻ കഴിഞ്ഞു. നമ്മുടേതായ നിർദ്ദേശങ്ങൾ അതിനകത്ത് കൊള്ളിക്കുവാൻ കഴിഞ്ഞു. പല കാര്യങ്ങളും ആ പ്ലാനിലും പെർസ്പെക്റ്റീവ് പ്ലാനിലും ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇതിനെല്ലാം ഉപരി ഗവൺമെന്റ് ഓഫ് കേരള പ്ലാനിംഗ് കമ്മീഷൻ ഈ വർഷം തൊട്ടൊരു കാര്യം ചെയ്തു. 12ാം പഞ്ചവത്സര പദ്ധതി പീരീഡ് മുഴുവൻ അവരുടെ ഓരോ മേഖലകളും, പ്രത്യേകിച്ച് 8-9 മേഖലയുണ്ട്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അഗ്രികൾച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ 8-9 മേജർ മേഖലകൾ തിരിച്ചിട്ടുണ്ട്. ആ ഓരോ മേഖലയിലും ഗൈഡൻസ് കൊടുക്കുന്നതിനും അടുത്ത പഞ്ചവത്സര പദ്ധതി എങ്ങനെ രൂപം കൊടുക്കുന്നതിനും വേണ്ടിയിട്ട് ഒരു എക്സ്പെർട്ട് ഗ്രൂപ്പുകൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിന് ഹെൽത്തിന്റെ എക്സ്പെർട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻദാസ് സാറാണ്.
അത് അലോപ്പതി രംഗത്ത് വൻപന്മാരാണ്. അതായത് ഡോക്ടർ വല്യത്താൻ, ഡോക്ടർ രാമൻകുട്ടി, അച്യുതമേനോൻ സാറിന്റെ മകൻ അവിടെ ശ്രീ ട്രൈബ്യൂണലിന്റെ ഡയറക്ടർ, അതുപോലെ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സെക്രട്ടറി, NRHM ഡയറക്ടർ, അത് തുടങ്ങി പല ഡോക്ടർ വെല്ലൂരിലെ ഒരു പ്രശസ്ത ഡോക്ടർ ജോൺ ജേക്കബ് അങ്ങനെ പ്രഗത്ഭന്മാര് മാത്രം അലോപ്പതി രംഗത്ത് 4-5 പേര്. ആയുർവേദത്തിന്റെ പ്രധാനപ്പെട്ട ഡോക്ടർ MR വാസുദേവൻ നമ്പൂതിരി, ഡോക്ടർ വിനോദ് കുമാർ, പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്ത വിനോദ് കുമാർ, അദ്ദേഹം ഇവിടുത്തെ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ GC മെമ്പറാണ്. അങ്ങനെ 2 പേര്. പിന്നെ ഹോമിയോപ്പതി രംഗത്ത് എന്നെയാണ് ഉൾപ്പെടുത്തിയത്. അപ്പൊ ഞങ്ങൾ ഇത്രയും പേരടങ്ങുന്ന കമ്മിറ്റി കാലാകാലങ്ങളിൽ മീറ്റിംഗ് കൂടി വളരെ അതിന്റെ പ്രപ്പോസൽസും കാര്യങ്ങളും ഗവൺമെന്റിന് കൊടുക്കുകയും അത് വീക്ഷിക്കുകയും അത് പരിശോധിക്കുകയും അതിനുള്ള ഗൈഡൻസ് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ എല്ലാ സംവിധാനങ്ങൾ, അതായത് ഡെവലപ്മെന്റിന്റെ സംസ്ഥാനത്തിന്റെ ഗവൺമെന്റ് ഡെവലപ്മെന്റ് ഉണ്ടാകുന്ന എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുവാൻ, നമ്മുടെ ഈ പറയുന്ന ഇതിലെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുവാൻ, ഇതിൽ കൂടി ഉൾക്കൊള്ളിക്കുവാൻ ഒരു നിയോഗം ഈ ഡെക്കേഡ് മൂവ്മെന്റ് കമ്മിറ്റിയുടെ അതിന്റെ ഒരു എളിയ പ്രവർത്തനം എന്നുള്ളതിൽ എനിക്ക് കിട്ടിയിരിക്കാം. അത് നിങ്ങൾക്ക് എല്ലാവർക്കുമാണ്. ഇവിടുത്തെ കേരളത്തിലെ ഹോമിയോ സമൂഹത്തിനാണ് ഞാൻ സമർപ്പിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും നിങ്ങളുടെ എല്ലാവരുടെയും നിർദ്ദേശങ്ങളും കാലാകാലങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന അറിയിപ്പുകളും ഒക്കെ എനിക്ക് തരണം. നമുക്ക് ഇതിന്റെ രീതിയിൽ കിട്ടിയ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി ഇത് ഈ 12-13 പഞ്ചവത്സര പദ്ധതിയിലൂടെ നമ്മൾ ഈ പറയുന്ന ഡെക്കേഡ് മൂവ്മെന്റിൽ മുന്നോട്ട് വച്ചിരിക്കുന്ന ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. ഇതിന് പ്രാവർത്തികമായിട്ടുള്ള ഇപ്പം തന്നെ നമുക്ക് സന്തോഷമായിട്ട് പറഞ്ഞ കഴിഞ്ഞ ഈ വേൾഡ് ഹോമിയോപ്പതി ഡേ എന്ന് പറഞ്ഞിട്ടൊരു സാധനമില്ല, ഹരിമാൻസ് ബർത്ത്ഡേ എന്നാണ് എല്ലാവരും ആഘോഷിച്ചത്. നമ്മളിപ്പോ കഴിഞ്ഞ 2 വർഷമായിട്ട് വേൾഡ് ഹോമിയോപ്പതി ഡേ സെലിബ്രേറ്റ് ചെയ്തു. വേൾഡ് ഹോമിയോപ്പതി ഡേ ദിവസങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ പ്രധാനപ്പെട്ട TV ചാനലുകളിലെല്ലാം ഒരു ഹോമിയോപ്പതി പ്രോഗ്രാം ഉണ്ടാവും. പ്രധാനപ്പെട്ട ചില പത്രങ്ങളിൽ വരും, ചില സമ്മേളനങ്ങൾ നടത്താറുണ്ട്. അത് അങ്ങനെയാണ് നമ്മള് ഈ കഴിഞ്ഞ വർഷം നടത്തിയ വേൾഡ് ഹോമിയോപ്പതി ഡേ തിരുവനന്തപുരത്ത് നടത്തിയ ബഹുമാനപ്പെട്ട ഹെൽത്ത് മിനിസ്റ്റർ പങ്കെടുത്തു. അദ്ദേഹം ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഈ നമ്മുടെ ഡിമാൻഡ് കൊണ്ടുവന്നു, വേൾഡ് ഹോമിയോപ്പതി ഡേ സർക്കാർ നടത്തണം. അത് വേൾഡ് ഹെൽത്ത് ഡേ സർക്കാരിന്റെ ആത്മഹത്യ നടത്താറുണ്ട്. ആ വേൾഡ് ഹെൽത്ത് ഡേയുടെ ഒരുപാട് ഫംഗ്ഷൻസ് നടത്താറുണ്ട്. അതുപോലെ ആയുർവേദക്കാർക്കും അലോപ്പതിക്കാർക്കും നല്ല ഡോക്ടർമാര്, നല്ല ബെസ്റ്റ് ഡോക്ടർ ഇൻ ദ പ്രൈവറ്റ് പ്രാക്ടീസ്, ബെസ്റ്റ് ഡോക്ടർ ഇൻ ദി ഗവൺമെന്റ് സർവീസ്, ബെസ്റ്റ് ടീച്ചർ ഇൻ ദ മെഡിക്കൽ എഡ്യൂക്കേഷൻ, ബെസ്റ്റ് റിസർച്ചർ ആൻഡ് ഓൾ റൗണ്ട് ഡെവലപ്പർ. അപ്പൊ എല്ലാ മേഖലകളിലും ഉള്ള 4-5 പേർക്ക് അവാർഡ് കൊടുക്കും. അപ്പൊ നമ്മളും അതിന്റെ ഒരു ഇതിനകത്ത് നിർദ്ദേശിക്കുന്നു. അത് തത്വത്തിൽ ഗവൺമെന്റ് അംഗീകരിച്ചു, അതിനുള്ള നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ താമസിയാതെ തന്നെ ഞങ്ങള് ഇതിന്റെ ഇതും കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഇതിന് എങ്ങനെ എന്ത് പേര് കൊടുക്കണം എന്നുള്ള കാര്യത്തില് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വീണ്ടും നിങ്ങളുടെ ഈ വെബ്സൈറ്റിൽ വരും. അപ്പൊ ഞാൻ പറഞ്ഞത് അത് നമ്മളൊരു വലിയ സംഭവമാണ്. നമുക്ക് അലോപ്പതി ആയുർവേദത്തിലുള്ള ഒരു അംഗീകാരം കിട്ടുകയാണ്. അത് നമ്മുടെ ഈ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് നേടിയെടുത്തൊരു കാര്യമാണ്. ഇനി അതുപോലെ തന്നെ ആയുഷ് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ ഏകദേശം തീരുമാനം മിക്കവാറും ഈ 1-2 മാസങ്ങൾക്കാകുമോ അല്ലെങ്കിൽ അടുത്ത ബഡ്ജറ്റിൽ ജനുവരിയിൽ വരാൻ പോകുന്ന ബഡ്ജറ്റിൽ 100% ഉണ്ടാവും. അതുപോലെ ഇന്റഗ്രേഷൻ, നമ്മുടെ കോലൊക്കേഷൻ അനുസരിച്ചിട്ട് വരുന്ന പരിപാടികൾ. അപ്പൊ ഇങ്ങനെ പല പല അവസരങ്ങളിലും അതുപോലെ ഈ ഹ്യൂമൻ റിസോഴ്സ് ഇൻ ഹെൽത്ത് സെക്ടർ അതിനെ കുറിച്ചിട്ടുള്ളൊരു തയ്യാറാക്കാനാണ് എന്നെ പ്ലാനിംഗ് ബോർഡിൽ മറ്റേ ഞാൻ പറഞ്ഞ കമ്മിറ്റിയിൽ ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് ഒരു നല്ലൊരു അവസരം കിട്ടിയിരിക്കണം നമ്മുടെ ഈ സെക്ടറിൽ എങ്ങനെ ഇത് എടുക്കും. അതുപോലെ തന്നെ ഈ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ഒരു സെൻട്രൽ ഗവൺമെന്റ് തന്നെ ഒരു നിർദ്ദേശമുണ്ട്, ടാർഗറ്റ്സ് ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ടാർഗറ്റാണ് ഇഫക്റ്റീവ് റെഗുലേഷൻ ഇൻ മെഡിക്കൽ പ്രാക്ടീസ്, പബ്ലിക് ഹെൽത്ത്, ഫുഡ് ആൻഡ് ഡ്രഗ്സ്, എസെൻഷ്യൽ ആൻഡ് സേഫ് പീപ്പിൾ എഗൻസ്റ്റ് റിസ്ക് ആൻഡ് അൺഎത്തിക്കൽ പ്രാക്ടീസസ്. അപ്പൊ ഇതിന്റെ പരിധിയിൽ ഒരു റിപ്പോർട്ട് കൊടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിനും എനിക്കൊരു അവസരം കിട്ടി. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആക്ട്, അതാണ് ഏറ്റവും അൺഎത്തിക്കൽ പ്രാക്ടീസ് നടത്തുന്ന മുഴുവൻ ആഫ്രിക്കൻ. അപ്പൊ അതൊക്കെ കൊണ്ടുവരുന്നതിന് ഒരു ചാൻസ് ഞാനീ പറയുന്നത്, കേരളത്തിലെ ഹോമിയോ സമൂഹം ഒന്നടങ്കം കൂടിയിട്ട് ഒരു ഡെക്കേഡ് മൂവ്മെന്റ് രൂപം കൊടുക്കുകയും ആ ഡെക്കേഡ് മൂവ്മെന്റ് പ്രാവർത്തികമാക്കുന്നതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ ഇതൊക്കെ പ്രാവർത്തികമാക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സംവിധാനങ്ങൾ ഗവൺമെന്റ് തലത്തിൽ അല്ലെങ്കിൽ മറ്റു തലങ്ങളിലെ ഉരുത്തിരിഞ്ഞു വരുന്നു, അല്ലെങ്കിൽ അതിനുള്ള ഒരു നിയോഗം നമ്മുടെ ആൾക്കാർക്ക് വന്നു ചേരുന്നു. അത് തീർച്ചയായിട്ടും നല്ല കാര്യമാണെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ അവസരം ഉപയോഗിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ രംഗത്ത് ഹോമിയോപ്പതി രംഗത്തുള്ള എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാലഘട്ടമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നടക്കുന്നത്
നിങ്ങൾക്ക് എല്ലാവരെയും ഞാൻ പറയുന്നില്ല. ഇനിയും എനിക്ക് ആ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഓരോരുത്തരുടെ വ്യക്തി താല്പര്യങ്ങളും അല്ലെങ്കിൽ ഗ്രൂപ്പ് താല്പര്യങ്ങളും അല്ലെങ്കിൽ പ്രത്യേകിച്ചുള്ള പ്രസ്ഥാനങ്ങളിലുള്ള അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലുള്ള വിട്ടിട്ട് നമ്മളെല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഹോമിയോപ്പതി ഫ്രട്ടേണിറ്റി എന്നാണ് പറയുന്നത്. എല്ലാവരും ഒരുമിച്ച് കൂടേണ്ട, അതായത് ഹോമിയോപ്പതി ഡെവലപ്മെന്റ് ഒരുമിച്ച് കൂടേണ്ട കാലഘട്ടമാണ്. ഒരുമിച്ച് കൂടണം. കൂടിയിട്ടില്ലെങ്കിൽ പിന്നെ ഇരുന്ന് ദുഃഖിക്കേണ്ടി വരും. പിന്നെ അതിൽ നോക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ട് പഴി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മറ്റു മേഖലകൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാണ്. അപ്പൊ അത് കൊണ്ടുവരുവാൻ ഒരു സീനിയർ ഹോമിയോപ്പതി എന്ന നിലയിൽ എന്റെ കർത്തവ്യമാണ് ഞാൻ നിങ്ങളെയൊക്കെ അറിയിച്ചത്. നിങ്ങൾ ഇതിന്റെ ബെനിഫിറ്റ് ഈ 70-ലേക്ക് കടക്കാൻ പോകുന്ന എനിക്ക് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല. ഇത് വരുന്ന ജനറേഷന്, ഇവിടുത്തെ കേരള സമൂഹത്തിന് കിട്ടേണ്ട ഒരു നേട്ടങ്ങൾ അത് നമ്മളെല്ലാവരും ഒരുമിച്ച് കൊണ്ട് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നെ സംബന്ധിച്ചോളം ആരോടും എനിക്കൊരു വിരോധമില്ല. കാരണം എന്തെങ്കിലുമൊക്കെ അവർ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഞാനത് ഒരിക്കലും കണക്കിലെടുക്കാറില്ല. ഹോമിയോപ്പതിയെ സംബന്ധിച്ചോളം എല്ലാവർക്കും എപ്പോഴും നമുക്ക് ഒരുമിച്ച് നീങ്ങണം, ഒരുമിച്ച് വരണം എന്നാണ് എനിക്ക് ആഹ്വാനം ചെയ്യാനുള്ളത്. ഏതെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കള് അങ്ങനെ വിഭിന്ന ചിന്താഗതി വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ഞങ്ങളെല്ലാവരും ഈ മീറ്റിംഗിൽ എല്ലാവരും അറിയിച്ചിട്ടുണ്ടെന്നാണ് സുന്ദരം പറഞ്ഞിട്ടുള്ളത് അല്ലേ, എല്ലാ സംഘടനയും. പക്ഷേ പ്രാതിനിധ്യം കുറവാണ്. ഇനി ദുഃഖമുണ്ട്. നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നേരിടുന്ന സമയത്ത് ഇനി എനിക്ക് വരുന്നത് എന്നിൽ അർപ്പിതമായ പ്രധാനപ്പെട്ട ഒരു കാര്യം ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. അരമണിക്കൂറേ ഉള്ളൂ. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിനെ കുറിച്ചുകൂടെ ഞാൻ പറയാം. അതായത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾ ആദ്യം അത് എന്തിനാണെന്ന് മനസ്സിലാക്കണം. നമുക്ക് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആക്ട് ഉണ്ട്. മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആക്ട് എന്ന് പറഞ്ഞാൽ അതാത് സിസ്റ്റങ്ങളിലെ ഡോക്ടർമാരെ അവരുടെ വിദ്യാഭ്യാസം അവരുടെ പ്രാക്ടീസിനെ നിയന്ത്രിക്കുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി. അതിന് ആ പ്രാക്ടീസിനകത്ത് ചില എത്തിക്കൽ റൂൾസും ഒക്കെ ഉണ്ട്. ആ റൂൾസ് വയലേറ്റ് ചെയ്താൽ അവരുടെ പ്രാക്ടീസ് രജിസ്ട്രേഷൻ പോകും. അപ്പൊ രജിസ്റ്റർ ചെയ്ത് രജിസ്ട്രേഷൻ കൊടുക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആക്ട്. അതേസമയം ഇവിടെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പലർക്കും തെറ്റിദ്ധാരണയാണ് ഇത് രണ്ടും ഒന്നാണോ? അല്ല. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ചികിത്സാ ശാസ്ത്രങ്ങളിലും ക്ലിനിക്കൽ എന്ന് വാക്ക് ഉപയോഗിക്കാൻ വരുന്ന പതിവിൽ വരുന്ന ഒരുപാടുണ്ട്. നമ്മുടെ ഈ പറയുന്ന സിസ്റ്റംസിന്റെ ആശുപത്രി ഡിസ്പെൻസറികൾ മാത്രമല്ല, നഴ്സിംഗ് ഹോംസ്, അതുപോലെ ക്ലിനിക്കൽ ലാബറട്ടറീസ്, അതുപോലെ എന്തൊക്കെ ഇൻഡസ്ട്രികൾ, അതൊക്കെ അതിന്റെ ഡെഫിനിഷൻ ഇതിന്റെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ ഈ ഡെഫിനിഷൻ എന്ന് പറഞ്ഞുള്ള ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ആദ്യം ഉണ്ടാകുന്നത് ഈ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഈ ആക്ടുകളെ കുറിച്ചിട്ടുള്ള ഒരു തുടക്കം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശില് ഉണ്ടായിട്ടുണ്ട്. ബോംബെ നഴ്സിംഗ് ഹോം ആക്ട് 1949, ഡൽഹി ഹോംസ് നഴ്സിംഗ് ഹോം രജിസ്ട്രേഷൻ ആക്ട് 53, മധ്യപ്രദേശിലെ 73, മണിപ്പൂരിൽ 92, നാഗാലാൻഡ് ഹെൽത്ത് കെയർ എസ്റ്റാബ്ലിഷ്മെന്റ് 97, ഒറീസ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് 90, പഞ്ചാബ് സ്റ്റേറ്റ് നഴ്സിംഗ് ഹോം ആക്ട് 91, വെസ്റ്റ് ബംഗാൾ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് 1950. ഇങ്ങനെ പല സ്റ്റേറ്റുകളും ഈ രംഗത്ത് ഈ ആക്ടുകൾ കൊണ്ടുവന്നിട്ട് നിയന്ത്രിക്കുകയാണ്. അതായത് ഒരു ഡോക്ടർ ഒരു സ്ഥാപനം നടത്തിയാൽ, ഒരു സ്വന്തമായിട്ട് ഒരു ഡിസ്പെൻസറി വീട്ടിൽ തന്നെ ഉള്ള പ്രാക്ടീസ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ഡിസ്പെൻസറി ആയാലും ഒരു ഹോസ്പിറ്റലായാലും ഒരു വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായാലും എത്ര വലിയ ബെഡുള്ള ആശുപത്രികളായാലും, അതുപോലെ ഇതിനെ സംബന്ധിച്ചൊരു ഡയഗ്നോസിസിനുള്ള ഏതെങ്കിലും സംവിധാനങ്ങൾ, എക്സ്റേ ആയാലും ശരി, അതുപോലെ ഡെന്റൽ കെയർ, ഒപ്താൽമിക് കെയർ, അങ്ങനെ ഇതിനു വേണ്ടിയിട്ടുള്ള ക്ലിനിക്കൽ എന്ന പർവ്യൂവിൽ വരുന്ന എല്ലാ സ്ഥാപനങ്ങളും ഈ പറഞ്ഞ ആക്ടിന്റെ പർവ്യൂവിൽ വരും. അത് നടത്തണമെങ്കിൽ അതിന് വ്യക്തമായ ചില സ്റ്റാൻഡേർഡ്സ് നിശ്ചയിക്കും. അതിന് ഓരോ കാറ്റഗറിക്കും പ്രത്യേക സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സ് ആദ്യം ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട് അനുമതി കൊടുക്കുന്നതിന് അതിനൊരു സംവിധാനങ്ങളുണ്ടാവും. അതിന് പ്രധാനമായിട്ടും സ്റ്റേറ്റിലെ ഒരു സെൻട്രൽ ഒരു കൗൺസിലുണ്ട്, സ്റ്റേറ്റിലൊരു കൗൺസിൽ വരും, അതിന് താഴെ ഡിസ്ട്രിക്ട് ലെവൽ കൗൺസിൽ വരും. ഡിസ്ട്രിക്ട് ലെവൽ കൗൺസിലിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് കളക്ടറാണ്. അതിനൊരു പോലീസ് ഓഫീസർ ഉണ്ടാവും, അതിനൊരു ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഒരു ഉന്നത ഒരു ഡിസ്ട്രിക്ട് സെക്രട്ടറിയോ അല്ല അങ്ങനെയുള്ള ഒരു വലിയൊരു ആളുണ്ടാവും. അതിന് പുറമെ ഈ പറയുന്ന അതാത് പ്രധാനപ്പെട്ട ചികിത്സാ ശാഖകളിലെ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടാവും. ഇത് സംസ്ഥാന കൗൺസിലിലുണ്ടാവും. അപ്പൊ അവരാണ് ഇത് തീരുമാനിക്കുന്നത്. അപ്പൊ ഇവിടെ രസം എന്ന് പറഞ്ഞാല് 2007 സെൻട്രൽ ഗവൺമെന്റ് ഈ പറയുന്ന മറ്റുള്ള സ്റ്റേറ്റ് ഗവൺമെന്റുകൾ നടപ്പിലാക്കിയ ആക്ടുകളുടെ ചുവട് പിടിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ ഇത് സ്ഥാപിതമാക്കുന്നതിന് വേണ്ടി ഒരു ആക്ട് കൊണ്ടുവന്നു 2007. ആ ആക്ട് കൊണ്ടുവന്നിട്ട്
ഈ രാജ്യസഭ ലോക്സഭയിലൊക്കെ അവതരിപ്പിച്ചിട്ട് സാധാരണഗതിയിൽ ഒരു ബില്ല് കൊണ്ടുവരുമ്പോൾ അതിനൊരു ഒരു കമ്മിറ്റി, പാർലമെന്ററി കമ്മിറ്റി ഉണ്ടാകും. ആ കമ്മിറ്റി തെളിവെടുപ്പുകൾ ആദ്യം സ്റ്റേറ്റ്മെന്റുകൾ വാങ്ങിക്കും. അത് കഴിഞ്ഞ് അത് പരിശോധിച്ച ശേഷം നേരിട്ട് തെളിവെടുക്കാനായിട്ട് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ പല പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ സന്ദർശിച്ച് നേരിട്ട് തെളിവെടുക്കും. അങ്ങനെ അതെല്ലാം കൂടെ സമാഹരിച്ചിട്ട് വീണ്ടും പാർലമെന്റിന് റിപ്പോർട്ട് കൊടുക്കും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബില്ല് ഫൈനലൈസ് ചെയ്യും. അങ്ങനെ വരുന്ന ബില്ല് പ്രസിഡന്റോ അല്ലെങ്കിൽ ഗവർണറോ അസന്റ് കൊടുത്തു വരുമ്പോൾ അത് ആക്ടാണ്. ആ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ റൂൾസ് നിശ്ചയിക്കണം. അത് ഈ ആക്ടിൽ വരുന്ന വ്യവസ്ഥയാണ്. ആ റൂൾസ് ഉണ്ടായി കഴിഞ്ഞാൽ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിനെ സംബന്ധിച്ചോളം ഏതൊക്കെ കാറ്റഗറിയിലാണ് ഇത് ആക്ട് എൻഫോഴ്സ് ചെയ്യേണ്ടത് അത് തിരിക്കണം. അപ്പൊ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് കാറ്റഗറീസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തീരുമാനിക്കണം. ആ ഓരോ കാറ്റഗറിക്കും വ്യത്യസ്തമായിട്ട് ഉള്ള സ്റ്റാൻഡേർഡ്സ്, മിനിമം സ്റ്റാൻഡേർഡ്സ് നിശ്ചയിക്കും. അപ്പൊ ഇതെല്ലാം രൂപപ്പെടുത്തിയ ശേഷം മാത്രമേ ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് നടപ്പിലാക്കാറുള്ളൂ. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ആക്ട് കൂടെ പാസ്സാക്കി ഉടനെ അടുത്ത ദിവസം നമ്മളിലൊക്കെ ഈ പറഞ്ഞ നിബന്ധനകൾ വരുമെന്ന് പ്രതീക്ഷിക്കണ്ട. ഒരു ലോ പ്രോസസ്സാണ്. അപ്പൊ അതിന്റെ ഒരു തുടക്കമാണ് 2007 കുറിച്ചത്. പക്ഷേ 2007 ഇതുപോലെ ഈ കമ്മിറ്റി, പാർലമെന്ററി കമ്മിറ്റി ഇത് വിളിച്ചു, ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കാൻ വിളിച്ചു. അപ്പൊ ആക്ട് വെബ്സൈറ്റിൽ കൊടുത്തു. അന്ന് കേരളത്തില് നമുക്കറിയാം എല്ലാ പല സംഘടനകളുണ്ട്, ആരുടെയും ശ്രദ്ധപ്പെട്ടില്ല. അന്ന് ഈ പറഞ്ഞ ആക്ട് വരുമ്പോ പത്രത്തിൽ കണ്ട ഉടനെ അത് മുഴുവൻ സ്റ്റഡി ചെയ്തിട്ട് അതിനകത്ത് ചില നിർദ്ദേശങ്ങൾ ഞാൻ അയക്കുകയാണ്. അതിന് നയിക്കാനുള്ള കാരണം ഇതിലെല്ലാ ആക്ടിലും ഇവരെപ്പോഴും കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്നതിന് മോഡേൺ മെഡിസിന് പ്രാധാന്യം കൊടുക്കുക, മറ്റ് സിസ്റ്റങ്ങളെ പേരുകൾ പോലും മെൻഷൻ ചെയ്യാതിരിക്കുക. അപ്പൊ ഇത് പ്രാബല്യത്തിൽ വരുമ്പോ എല്ലാ സിസ്റ്റങ്ങളുടെ ആശുപത്രികളും ഇൻസ്പെക്ട് ചെയ്ത് പെർമിഷൻ കൊടുക്കുന്നതും അല്ലെങ്കിൽ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നതും ഒക്കെ ഈ പറയുന്ന അലോപ്പതിക്കാർ മാത്രം അടങ്ങുന്ന കമ്മിറ്റികളായിരിക്കും. അപ്പൊ അത് നമുക്കറിയാം, ഈ പ്രൊഫഷണൽ സ്പർദ്ധയുള്ളവര് തീർച്ചയായും പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഹോമിയോപ്പതിയോ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞാൽ മതി. ഇപ്പൊ നമ്മളൊരു ഡിസ്പെൻസറി ഉണ്ട്, ആ ഡിസ്പെൻസറിയിലെ ഒരു ഇൻസ്പെക്ഷൻ നടത്തുമ്പോഴേ വലിയ കാര്യമൊന്നുമുണ്ട്, ഒരു ചെറിയ ആ പറയുന്ന കാര്യങ്ങളിൽ ഒരു ചെറിയ കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുണ്ടെങ്കിൽ ക്ലിനിക്ക് അവർ നോട്ടീസ് കൊടുത്തു. നമ്മളിപ്പോ ഹോട്ടലില് ഈ പോയി റെയിൽ നടത്തില്ലേ, റൂൾ അനുസരിച്ചിട്ട് റെയിൽ നടത്തിയിട്ട് അവിടെ ചെറിയൊരു ഡിഫക്ട് ഉണ്ടെങ്കിലും ഒരു നോട്ടീസ് കൊടുക്കും. വലിയ കുഴപ്പമുള്ളിടത്തും കൊടുക്കും. ഈ ചെറിയടത്ത് കൊടുക്കുന്നിടത്തും കുഴപ്പമുണ്ട്, കാരണം അത് പത്രങ്ങളിൽ വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഹോട്ടലിൽ കയറി ആഹാരം കഴിക്കാൻ നമുക്ക് മടിയാവും. അതേപോലെ നമ്മുടെ ഒരു പ്രാക്ടീഷണറുടെ കയ്യിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രാക്ടീസ് തീർന്നു. അതിന്റെ യാഥാർത്ഥ്യം വേറൊന്നായിരിക്കും. ചിലപ്പോ അത് പരിഹരിച്ചു വരുമ്പോ ഈ സമയം കഴിഞ്ഞിരിക്കും. അപ്പൊ അങ്ങനെ ഒരു വലിയ അപകടം അത് മറ്റ് ചികിത്സാ ശാസ്ത്ര ശാഖകളിലുള്ളവരെ ഏൽപ്പിച്ചാൽ അപകടം വരുമെന്നുള്ള പോയിന്റാണ് എനിക്കത് അറിയിച്ചത്. ഞാനത് ആ കാര്യങ്ങൾ കാണിച്ചിട്ട് ഗവൺമെന്റിന് അയച്ചു, പാർലമെന്റിന്റെ കമ്മിറ്റിക്ക് അയച്ചു. അത് വന്നു. അവരെ ഇവിടെ 2008 കോവളത്ത് വെച്ചിട്ട് അങ്ങനെയുള്ളവർക്ക് തെളിവ് അവരെ നേരിട്ട് ഹാജരാക്കാനായിട്ട് നോട്ടീസ് കൊടുത്തു. അന്ന് അവിടെ ചെന്നപ്പോ ഹോമിയോപ്പതി റെപ്രസെന്റ് ചെയ്യുന്ന ഞാൻ മാത്രമേ ഉള്ളൂ. ആയുർവേദത്തിന് 1-2 പേരുണ്ട്. അലോപ്പതിയിലെ പ്രമുഖന്മാരുണ്ടായിരുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ചുണ്ടായിരുന്നു. കോവളത്തൊരു ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ അന്ന് നമ്മുടെ സംഘടനമാരും അറിഞ്ഞിട്ടില്ല, ഇത് പത്രത്തിലൊക്കെ വന്ന. അപ്പം അത് അന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങളിവിടെ ഞങ്ങളുടേതായ ഒരു വേറൊരു ആക്ട് ഉണ്ട് എന്നങ്ങനെ പറഞ്ഞു. അതിൽ നിന്നും ഒഴിഞ്ഞു. അപ്പൊ പിന്നെ നമുക്ക് അധികം വലിയ പ്രശ്നമുണ്ടായിരുന്നു. ഇവിടെ വരുന്നതിനെയാണല്ലോ നമ്മൾ നോക്കേണ്ടത്. അത് കഴിഞ്ഞാണ് 2010 സെൻട്രൽ ഗവൺമെന്റ് ആ ആക്ട് കൊണ്ടുവന്ന് പാസ്സാക്കി. 2010 ഓഗസ്റ്റ് 18-ാം തീയതി എൻഫോഴ്സ് ചെയ്ത് കഴിഞ്ഞു. ഇത് വന്നിട്ട് ഓൾ ഇന്ത്യയിൽ മുഴുവൻ എൻഫോഴ്സ് ചെയ്യാൻ ഒക്കത്തില്ല. കാരണം ഈ ഹോസ്പിറ്റൽ ഡിസ്പെൻസറീസ്, ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്സിൽ ഈ ഹെൽത്തിനെ പോലെയല്ല, അതിന് ചില സ്റ്റേറ്റിന്റെ ലിസ്റ്റിലും വരും, ചില കാര്യങ്ങൾ മാത്രം കൺകറന്റ് ലിസ്റ്റിൽ വരും. അപ്പൊ അങ്ങനെ വരുന്നതുകൊണ്ട് ഇപ്പൊ എവിടെ ഇപ്പോൾ ഉള്ളതെന്ന് ലെജിസ്ലേച്ചേഴ്സ് ഒക്കെ അത് കുറെ ലെജിസ്ലേച്ചേഴ്സ് പാസ്സാക്കി. അരുണാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശ്, മിസോറാം, സിക്കിം അവിടെയൊക്കെ പാസ്സായി കഴിഞ്ഞു. മറ്റു ചില സ്റ്റേറ്റുകളിൽ ഞാൻ പറഞ്ഞല്ലോ കുറെ പേര് നേരത്തെ തന്നെ അവർ ഉണ്ടായി കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മുടെ സ്റ്റേറ്റിലും ഈ പറയുന്ന ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് നടപ്പിലാക്കണം എന്നുള്ള ആശയം നമ്മുടെ ഗവൺമെന്റിനെ ഒരു പോളിസി ഡിസിഷനായിട്ട് എടുത്തിട്ട് അതിന് രൂപം കൊടുത്തിട്ടാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പൊ അതിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള ഓഫീസേഴ്സിനെയൊക്കെ വിളിച്ചുകൂട്ടി അവരെ ചർച്ച ചെയ്ത് അവരൊരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി. ആ ഡ്രാഫ്റ്റ് ഈ സെൻട്രൽ ആക്ടിനെ ബേസ് ചെയ്തിട്ടാണ്. അത് നിങ്ങളെ കൂടെ ഞാൻ സമയമില്ലാതെ പറഞ്ഞ ഓരോ ഡീറ്റെയിൽസിൽ ഈ ആക്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി അതിന് വേണ്ടിയിട്ട് ഈ സെൻട്രൽ ഗവൺമെന്റ് തന്നെ അതിന്റെ ബേസിന് പിന്നെ 2 കൊല്ലം എടുത്തു. 23 മെയ് 2012 സെൻട്രൽ ഗവൺമെന്റ് ഈ ആക്ടിന്റെ അടിസ്ഥാനമുള്ള റൂൾസ് ഉണ്ടാക്കിയത്. ഇനി ഈ റൂൾസ് കൊണ്ടും കാര്യമില്ല, ഈ റൂൾസിനും താഴെ ഇനി ഓരോ സ്ഥാപനത്തിനും, ഇത് സ്ഥാപനം എന്ന് പറയുമ്പോൾ
ആംഡ് ഫോഴ്സസിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ ഒഴിച്ച് എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും എല്ലാ ഗവൺമെന്റിന്റെയും, അതായത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ്, എല്ലാ സ്ഥാപനങ്ങളുടെയും ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്സിന് ബാധകമാണ്. അപ്പൊ ഇതുകൊണ്ട് ഒരു ഗുണം വരുന്നത്, ഇതിനൊരു സ്റ്റാൻഡേർഡ് നിശ്ചയിച്ച ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ സംവിധാനങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ, അവിടുത്തെ പ്രവർത്തന രീതി, അവിടുത്തെ സർവീസ് ഡീറ്റെയിൽസ്, അതിന്റെയൊക്കെ ചാർജസ് എല്ലാം കൃത്യമായിട്ട് നിർവഹിച്ച് കണക്ക് ഉണ്ടാക്കുക. അതിനെന്തെങ്കിലും പ്രശ്നം വന്നാൽ ഈ പറഞ്ഞ ലൈസൻസ് നഷ്ടപ്പെടും, ഗവൺമെന്റിനാണെങ്കിലും നഷ്ടപ്പെടും. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെയും, മെഡിക്കൽ കോളേജ്, ആശുപത്രി ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും ഈ ക്ലിനിക്കൽ പ്രവർത്തനം ചിട്ടപ്പെടുത്തും, അക്കൗണ്ടബിലിറ്റി ഉണ്ടാകും. അതിന് റെസ്പോൺസിബിലിറ്റി ഒരു ഡോക്ടർക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ ഒക്കത്തില്ല. അതിന് വേണ്ടി പെനാൽറ്റി ഉണ്ട്, അതിന് വേണ്ടി ശിക്ഷയുണ്ട്. അപ്പൊ ഇതൊരു ചെറിയ കാര്യമില്ല. നമ്മള് ഇത് വന്നപ്പോ ഇവിടുത്തെ IMA ഇതിനെ എതിർക്കുക, ഇപ്പോഴും എതിർക്കുക. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ അവരുടെ സ്ഥാപനമാണ് ഇവിടെ കൂടുതലുള്ളത്. അവരുടെ സ്ഥാപനത്തിലാണ് കൂടുതൽ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നത്. അവരുടെ സ്ഥാപനത്തിൽ വന്ന ഇന്ന് കാണുന്ന രീതിയിലുള്ള ഇഷ്ടംപോലെ ചാർജ് ചെയ്യാൻ ഒക്കത്തില്ല, ഇഷ്ടംപോലുള്ള ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യാൻ ഒക്കത്തില്ല. ഓരോ പോസ്റ്റിനും പ്രത്യേക ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. ഓരോന്നിനും ആ എലിജിബിലിറ്റി ഉള്ളവരെ അപ്പോയിന്റ് ചെയ്യാനൊക്കെ, അത് ആരെങ്കിലും പിടിച്ചിട്ട് ചെയ്യാൻ ഒക്കത്തില്ല. നഴ്സായാലും ശരി, അറ്റൻഡർ ആയാലും ശരി, ആരായാലും. അതുപോലെ എക്യുപ്മെന്റ്സ് കൃത്യമായിട്ടുണ്ടാവണം, റിക്കാർഡ്സ് ഉണ്ടായിരിക്കണം. ഇത് വളരെ വലിയ വലിയ ബാധ്യതകളാണ് നമ്മുടെ നിലയിൽ വരും. നമ്മൾ വിചാരിക്കുന്നവരെ ഈ ഒരു ക്ലിനിക്കൽ സർവീസ് ആക്ട് വന്നതോടെ നമുക്ക് അല്ല, നമുക്ക് ഒരുപാട് നിയന്ത്രണങ്ങൾ വരും. നമ്മുടെ വർക്കിന് വളരെ കൃത്യത ഉണ്ടാവേണ്ടി വരും. ഒരു പ്രൈവറ്റ് പ്രാക്ടീഷണർക്ക് പോലും അയാളുടെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നതിന് മിനിമം റിക്വയർമെന്റ്സ് പറയും. പക്ഷെ ഈ സ്റ്റാൻഡേർഡൊക്കെ നിശ്ചയിക്കുന്നത് ഇതിന്റെ എക്സ്പെർട്ട് ഗ്രൂപ്പുകളാണ്. അപ്പൊ ആ ഗ്രൂപ്പുകളിൽ നമ്മുടെ ആൾക്കാർ തന്നെ വന്നു. ഇപ്പം നമ്മുടെ സ്റ്റാൻഡേർഡ്സ് നിശ്ചയിക്കുന്ന അലോപ്പതിക്കുള്ളതുപോലെ സ്റ്റാൻഡേർഡ് നിശ്ചയിച്ചു നമ്മൾ എല്ലാവരും പൊട്ടിപ്പോകും. അപ്പൊ നമ്മുടെ സ്റ്റാൻഡേർഡ്സ് നിശ്ചയിക്കുന്നതിന്, നമ്മുടെ കാറ്റഗറീസ് നിശ്ചയിക്കുന്നതിന് നമുക്ക് പ്രാതിനിധ്യം ഉണ്ടാവണം. അപ്പൊ അത് ഈ ആക്ട് വരുമ്പോൾ അത് പ്രാതിനിധ്യത്തിലുള്ള ചില വകുപ്പുകളുണ്ട്, അവിടെ ഉണ്ടാവും. പക്ഷേ ഇപ്പൊ ഇവിടെ അവതരിപ്പിച്ചതില് ഹോമിയോപ്പതി ഇല്ല. ഞാനിത് കൂടുതൽ പറയുന്നത്, കഴിഞ്ഞ ദിവസം ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻകാര് ഒരു ഇവിടെ ഹോട്ടൽ പന്തലിൽ വെച്ചിട്ട് ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ദിവസത്തെ വർക്ക്ഷോപ്പ് എടുത്തു. അതില് എന്നെയും ക്ഷണിച്ചിരുന്നു. അപ്പൊ ഞാൻ അവിടെ പോയി അതിന്റെ ത്രൂ ഔട്ട് പങ്കെടുത്താണ്. അതിൽ അലോപ്പതി IMA ഒരു പഴയ സെക്രട്ടറി വന്നിരുന്നു, ഡോക്ടർ സുരേഷ് കുമാർ. അപ്പൊ അദ്ദേഹം പ്രസംഗിച്ചത് ഇത് വേണ്ടെന്നുള്ളതാണ്. അപ്പൊ നമ്മളവിടെ എല്ലാവരും പ്രസംഗിച്ചത് തീർച്ചയായിട്ടും ഇത് വേണം. പക്ഷേ ഇതില് ഓരോ സിസ്റ്റത്തിനും അവരവരുടേതായ പ്രാതിനിധ്യം കൊടുക്കണം, അവരവരുടേതായ അഭിപ്രായം ഉണ്ടാവണം, അവരവരുടേതായ രീതിയിലായിരിക്കണം അത് വാർത്തെടുക്കേണ്ടത്. അത് ചെക്ക് ചെയ്യുന്ന ഇൻസ്പെക്ഷൻ ബോഡിയിലാണ് ഉണ്ടാവണം. അതുപോലെ കേന്ദ്ര സെൻട്രൽ സ്റ്റേറ്റിന്റെ കൗൺസിലായാലും ജില്ലാ കൗൺസിലായാലും ഒക്കെ അവർക്ക് റെപ്രസെന്റേഷനും അവരുടെ ആവത്ത് നടത്തിയിരിക്കും. ആ കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴേ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ അപകടത്തിലാവും. അപ്പൊ അതിനുള്ള വ്യവസ്ഥകളാണ് കാണുന്നത്. ഇപ്പൊ ഞാൻ ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് ഇത് മുഴുവൻ വിശദീകരിക്കാൻ ഒക്കില്ല. ഞാൻ എന്റെ കോപ്പികൾ നിങ്ങൾക്ക് തരാം. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് സംസ്ഥാന തലത്തിൽ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഇതിന്റെ ഒരു ലേറ്റസ്റ്റ് എഡിഷൻ ഇത് അതിന്റെ ഇതാണ്. അതിന്റെ കൂടെ നല്ല രീതിയിലുള്ള ഒരു പ്രിന്റുണ്ട്. ഇതാണ്. അപ്പൊ ഇത് ഒക്കെ രൂപം കൊണ്ട് വരുന്നേ ഉള്ളൂ. ഇനി ഇതുകൊണ്ട് അവസാനിക്കത്തില്ല. ഇത് ഈ പറയുന്ന ബോഡികളിലൊക്കെ ചർച്ച ചെയ്ത് സർക്കാർ തലത്തിൽ, ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിൽ വന്ന് ഇനി അത് ബില്ല് ഡ്രാഫ്റ്റ് ചെയ്ത് ലോ ഡിപ്പാർട്ട്മെന്റിൽ പോയി അസംബ്ലിയിൽ വന്നു. അസംബ്ലിയിൽ വന്നിട്ട് അത് ഇപ്പം അസംബ്ലിയിൽ ഒരു കമ്മിറ്റി ഉണ്ടാവും. ആ കമ്മിറ്റി തെളിവെടുപ്പ് നടത്തും. അന്നേരം നമുക്ക് എല്ലാവർക്കും വീണ്ടും റെപ്രസെന്റ് ചെയ്യാൻ അവസരം കിട്ടും. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് റൂൾസ് വരുമ്പോഴും നമുക്ക് ഇതേപോലെ നമ്മൾ ഒരുമിച്ച് കൂടണം. അതേപോലെ ഇതിന്റെ സ്റ്റാൻഡേർഡ്സ് നിശ്ചയിക്കുമ്പോൾ നമ്മൾ ഉണ്ടാവണം. സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പൊ അവര് ഒരു സ്റ്റാൻഡേർഡ് ലെവലില് ഇന്ത്യൻ പബ്ലിക് ഹെൽത്ത് സ്റ്റാൻഡേർഡ്സ് ഇത് 2007 തന്നെ വന്നിട്ടുണ്ട്. ഇന്ത്യൻ പബ്ലിക് ഹെൽത്ത് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ ലെവലിൽ ഇൻഫോഴ്സ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ കേരളത്തിൽ ആയി വരുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്റെ ഹെൽത്ത് പോളിസിയിൽ ഞാൻ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ഇന്ത്യൻ IPHS പോലെ KPHS ഉണ്ടാവണം, കേരള പബ്ലിക് ഹെൽത്ത് സ്റ്റാൻഡേർഡ്സ് എല്ലാത്തിനും. ഇതില് നിങ്ങൾക്ക് കാണാൻ പറ്റി ഹോമിയോ ഇത് പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെയാണ്. ഇതുപോലെ 3000 ബെഡുള്ള ആശുപത്രിക്ക് വരെയുള്ളതുണ്ട്. സബ് സെന്റർ ഉണ്ട്, പബ്ലിക് ഹെൽത്ത് സെന്റർ ഉണ്ട്, അതായത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഉണ്ട്. 10 ബെഡ് വരെയുള്ളതിനുണ്ട്, 30 ബെഡ് വരെയുള്ളതുണ്ട്, 50 ബെഡ് വരെയുള്ളതുണ്ട്, 100 ഉണ്ട്, 200 ഉണ്ട്, 300 ഉണ്ട്, 500 ഉണ്ട്, 1000 ഉണ്ട്, 3000.
8-10 പുസ്തകമുണ്ട്, എന്റെ ഉണ്ട്. ഈ ഓരോ പുസ്തകത്തിലും അവിടെ നടത്തുന്ന സർവീസസ് എന്താണ്, ഒരുപാട് കാര്യങ്ങൾ വെറുതെ ചുമ്മാ ഉറപ്പിക്കളയാൻ പറ്റില്ല. അവിടെ ഏതൊക്കെ സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യണം, ആ സ്റ്റാഫിന് എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം, താഴേറ്റം വരെ, അതുപോലെ എന്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്താണ്, എന്തൊക്കെ വീട്ടിൽ വേണം, എന്തൊക്കെ. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഹോമിയോപ്പതിക്ക് എത്ര മരുന്നുണ്ടാവും, ആ മരുന്നിന്റെ ലിസ്റ്റായി എല്ലാം കൂടെ 428 483 മെഡിസിൻ വേണം അവരുടെ ലിസ്റ്റിലെ. ഇത് ചിലപ്പോൾ മാറാം. അതുപോലെ ആയുർവേദത്തിന് വരുന്നത്, അതുപോലെ അലോപ്പതി വരുന്നത്, അതുപോലെ ഓരോ എക്യുപ്മെന്റ്സിന്റെ പേര്, എന്തൊക്കെ എക്യുപ്മെന്റ്സ് ഉണ്ടാവും, എന്തൊക്കെ ചെയ്യണം, അതിന്റെ പ്രവർത്തന സമയം എങ്ങനെ, അതിന്റെ ഈ സർവീസിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ജനങ്ങൾക്ക് കൊടുക്കേണ്ടത്, ഈ ചാർട്ടർ ഓഫ് ഡിമാൻഡ്സ് എന്ന് പറഞ്ഞ പോലെയുള്ള രീതിയൊക്കെ ഉണ്ട്, മുഴുവനുണ്ട്. അപ്പൊ ഇതൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അങ്ങനെ IPHS ഉണ്ട്, ഇനി KPHS വരണം. KPHS വരുമ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് എന്തായിരിക്കണം, ഇത് നമ്മൾ തീരുമാനിക്കണം. അതിന് വളരെ നല്ല സർവീസ് കൊടുക്കത്തക്ക എന്തൊക്കെ. അപ്പൊ ഇത് വലിയ ജോലിയാണ്. ഇത് എനിക്ക് തോന്നുന്നില്ല ഗവൺമെന്റ് ഇപ്പൊ ഇനിഷ്യേറ്റീവ് എടുത്താലും കുറഞ്ഞത് 5 കൊല്ലം, വളരെ ശുഷ്കാന്തി എടുത്താൽ പോലും 5 കൊല്ലമെങ്കിലും മിനിമം എടുത്ത് മാത്രമേ ഇതിന്റെ ഫുൾ സ്വിങ്ങില് നടപ്പിലാക്കാനുള്ളൂ. അപ്പൊ വരുന്ന യങ്ങർ ജനറേഷനെയാണ് ഇത് ബാധിക്കുന്നത്. അപ്പൊ നമ്മൾ വളരെ ഗൗരവത്തിൽ ഇത് സമീപിക്കണം. ഇവിടെ ഇത് എല്ലാവരും കൂടെ ചേർന്ന് ആലോചിച്ച് വേണ്ട, പ്രത്യേകിച്ച് നമുക്ക് ഹോമിയോപ്പതിക്ക് റെപ്രസെന്റേഷൻ പോലും കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് സാധിച്ചെടുക്കണമെങ്കിൽ ഹോമിയോപ്പതി രംഗത്തുള്ളവർ ഒരുമിച്ച് നിൽക്കണം. ആയുർവേദക്കാർ ഒരുമിച്ചു, അവരെന്ന് മാത്രമല്ല ഹോമിയോപ്പതി അലോപ്പതിയിലെ ആൾക്കാരെ കൂടെ ഒരുമിച്ച് നമുക്ക് ഒരുമിച്ച് നിൽക്കണം. ഞങ്ങൾ പക്ഷേ ഹോമിയോപ്പതി രംഗത്തുള്ളവർ ഇന്നും വിഭാഗീയ ചിന്ത കൊണ്ട് നടക്കാം, അത് ദുഃഖകരമാണ്. അപ്പോ നമുക്ക് ദോഷകരമായിട്ടുള്ള പല പ്രശ്നങ്ങളും വരും. അന്നിരുന്ന് പിന്നെ ഇരുന്നിട്ട് ഡോക്ടർ കൃഷ്ണ പറഞ്ഞതുപോലെ ഇരുന്ന് ദുഃഖിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ എല്ലാവർക്കും ഓരോ സങ്കുചിത താല്പര്യങ്ങളാണ്. ഹോമിയോപ്പതിയുടെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ നമ്മളിപ്പോ അതിനു വേണ്ടിയിട്ടാണ്. എടാ, നിങ്ങളുടെ സംഘടനകളെല്ലാം നിങ്ങളുടെ സംഘടനകളുടെ പേരും സ്ഥാനമാനങ്ങളും അതൊക്കെ വെച്ചോ, നമ്മുടെ ഡെവലപ്മെന്റിന് വേണ്ടി ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒരുമിക്കാം. അതിനുവേണ്ടി ഒരു വേദി മാത്രമാണ് ഈ ഡെക്കേഡ് മൂവ്മെന്റിന്റെ സ്റ്റേറ്റ് ആക്ഷൻ കൗൺസിൽ. അതിൽ പങ്കെടുക്കുന്നതിൽ, അതിൽ വിഭാഗീയത കാണുന്നവരെ എനിക്ക് അവരോട് സഹതാപം വേണം. അവർ വാസ്തവത്തിൽ അവർ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇരിക്കുവാൻ അർഹരല്ല, നശിപ്പിക്കുകയാണ് പ്രസ്ഥാനത്ത്. അത് നിങ്ങൾ തിരിച്ചറിയണം, സമൂഹം തിരിച്ചറിയണം. അത്ര വേദനയുണ്ട്. അവരെ ചവിട്ടി പുറത്താക്കേണ്ട കാലം കഴിഞ്ഞു എന്ന് ഞാൻ പറയുന്നു. ഒന്നുകിൽ അവരത് മനസ്സിലാക്കണം. മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട പല പ്രസ്ഥാനങ്ങൾ നടപ്പിലാകുന്ന സമയത്ത് നമുക്ക് അർഹതപ്പെട്ട കാര്യവും കിട്ടാതെ പോവുകയാണ്. അവരുടെ വിഭാഗീയ ചിന്തയും അവരുടെ നിസ്സഹകരണവും ഒക്കെ കൊണ്ട് മൊത്തം പ്രസ്ഥാനം നശിക്കാൻ പോവുകയാണ്. ഇവിടെ നമ്മള് നിങ്ങളുടെയൊക്കെ സംഘടന എങ്ങനെയെന്നോ, നിങ്ങളുടെ പേര് സൂക്ഷിച്ചോ, നിങ്ങളുടെ സ്ഥാനമാനങ്ങൾ വെച്ചോ, ആർക്കും ഒരു പ്രശ്നമില്ല, പേര് മാറ്റില്ല. പക്ഷേ ഹോമിയോപ്പതിയുടെ പൊതുവായ കാര്യങ്ങൾ ഒരു ഏക സ്ഥലത്തിൽ വരുന്നതിന് ഒരുമിക്കണം എന്ന് പറയുന്നത് തള്ളിക്കളയുന്നതിലൂടെ എനിക്ക് വാസ്തവത്തിൽ സങ്കടമുണ്ട്. അപ്പൊ ഇതുപോലുള്ള ആവശ്യങ്ങൾ, അപ്പൊ ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഇപ്പൊ ഉടനെ സർക്കാർ ബില്ലാക്കുന്നതിന് മുൻപ് നമുക്കിതിനെ ഒരുമിച്ച്, അപ്പൊ ഇവിടെ ഞാൻ ഈ പറയുന്ന ഈ ആയുർവേദത്തിലെ ഈ ആക്ടിനെ കുറിച്ച് പറഞ്ഞ അതിന്റെ ആവശ്യകതയെ കുറിച്ച് പറയുന്നതോടൊപ്പം ഇതിനെല്ലാം ഹോമിയോപ്പതിക്കാർക്കുള്ള റെപ്രസെന്റേഷൻ ഉണ്ടാവണമെന്ന് ഉറപ്പിച്ച് പറയുന്നതോടൊപ്പം ഞാൻ ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എപ്പോഴാണ് വരേണ്ടത്? ആദ്യം ഇതിനകത്തുള്ള മെഡിക്കൽ പ്രാക്ടീഷേഴ്സ് ആക്ട് നടപ്പിലാക്കണം. കേരളത്തെ സംബന്ധിച്ചോളം മെഡിക്കൽ പ്രാക്ടീഷേഴ്സ് ആക്ട് നടപ്പില്ല. ഇല്ലെന്നല്ല പറഞ്ഞത്. TC മെഡിക്കൽ പ്രാക്ടീഷേഴ്സ് ആക്ട് ഉണ്ട്, അത് മലബാറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു, അതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇന്നും അതിന്റെ മറവില് നിങ്ങൾക്കറിയാം രജിസ്ട്രേഷൻ ഇല്ലാത്ത പ്രാക്ടീസ് ചെയ്യാനുള്ള സംവിധാനം ഗവൺമെന്റ് ഒരുക്കാനാണ് നമ്മൾ കോടതിയിൽ പോയത്. ആ കോടതി ISKയുടെ ശ്രമത്തില് അത് സ്റ്റേ ചെയ്തിരിക്കുന്നു. സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥ ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ പോകുന്നു. അടുത്ത മിനിസ്റ്ററി വരുമ്പോൾ എന്താ നടക്കുന്നത് അറിയില്ല. അപ്പൊ ആദ്യം ഉണ്ടാകേണ്ടത് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ്, കോംപ്രിഹെൻസീവ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആക്ട് ആണ്. അതാണ് നമ്മുടെ ഡെക്കേഡ് മൂവ്മെന്റിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ പ്ലാനിംഗ് ബോർഡിന്റെ പ്ലാനിംഗ് കമ്മീഷൻ ഇത് വന്നപ്പോ എനിക്ക് അതിന്റെ റിപ്പോർട്ട് ഞാൻ തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ സ്ട്രെസ് കൊടുത്തു, ഉന്നയിച്ചു കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ നമ്മളൊരു നല്ലൊരു അവസരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇത് ഞാൻ ഇത് പറഞ്ഞപ്പോ അവിടുത്തെ IHM ആയുർവേദത്തിന്റെ എല്ലാ പ്രഗത്ഭന്മാരും അതുപോലെ അലോപ്പതി എല്ലാവരും സമ്മതിച്ചു. ഡോക്ടർ രവീന്ദ്രനാഥ് ആ നിർദ്ദേശം നമുക്ക് ഞാൻ പറഞ്ഞു അത് വെച്ചിട്ട് നമുക്ക് മുന്നിൽ അത് ആവശ്യപ്പെടും, അതിന് പത്രവാർത്ത കൊടുക്കും. എന്നിട്ട് എല്ലാ സമൂഹത്തിലും അല്ലാതെ ആയുർവേദവും അലോപ്പതി ഹോമിയോപ്പതിയും ഒക്കെ ഒരുമിച്ച് സർക്കാരിനോട് ആവശ്യപ്പെടണം. അതായത് മെഡിക്കൽ പ്രാക്ടീഷേഴ്സ് ആക്ട് എത്രയും വേഗം നടപ്പിലാക്കണം. അതിന് പല സബ് കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ട് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. ഞാനും ഹോമിയോപ്പതിയുടെ കമ്മിറ്റിയുടെ മെമ്പറാണ്, പക്ഷേ ഇതുവരെ പൂർത്തീകരിച്ചു.
അത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കേരള മെഡിക്കൽ പ്രാക്ടീഷ്യൻസ് ആക്ട് വരും, അതിൽ ഹോമിയോപ്പതി കൗൺസിൽ വരും. ആ ഹോമിയോപ്പതി കൗൺസിൽ ആദ്യത്തെ നോമിനേറ്റഡ് കൗൺസിൽ ആണെങ്കിലും കുറെ കഴിയുമ്പോൾ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ന് സെൻട്രൽ കൗൺസിൽ പോലെ ഇലക്ട് ചെയ്യുന്ന ഒരു ഇലക്ടഡ് മെമ്പേഴ്സ് അതിനുണ്ടാവും. അവരായിരിക്കും അതിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇലക്ടഡ് കൗൺസിൽ നമുക്ക് ഇതിന് നേതൃത്വം കൊടുക്കാൻ വരുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും. അപ്പൊ അതിനുള്ളൊരു സമയം കൂടെയാണ് ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടുമായിട്ട് ഗവൺമെന്റിനെ നാം സമീപിക്കുന്നത്. അപ്പൊ ഇന്നത്തെ യോഗം തീരുമാനിക്കേണ്ടത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് കൊണ്ടുവരുവാൻ തീരുമാനിച്ച ഗവൺമെന്റ് അനുമോദിക്കുന്നു. അതോടൊപ്പം അതിനു മുൻപായി കേരള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആക്ട് സമഗ്രമായ ബില്ല് എത്രയും വേഗം അസംബ്ലി പാസ്സാക്കണം. എല്ലാ മന്ത്രിമാരും അത് മാറ്റിവെക്കുക. ഇന്ന് നിങ്ങൾക്കറിയാമോ, ഇന്ത്യയില് ഇത്രയും 27 സംസ്ഥാനങ്ങളും മറ്റ് നേരിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പ്രദേശങ്ങളൊക്കെ ഉള്ളതില് കേരളത്തിൽ മാത്രമേ ഉള്ളൂ കേരളം ആരോഗ്യത്തിന്റെ പേരിൽ മുൻപന്തിൽ, ലിറ്ററസിയുടെ കാര്യത്തിൽ മുൻപന്തിൽ എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്നു. കേരളം ഇന്ന് രൂപം കൊണ്ടിട്ട് ഇന്ന് എത്രയായി? 58 ദിവസം 57 വർഷം അല്ലേ? 57 വർഷം കഴിഞ്ഞു. 56 പൂർത്തീകരിച്ച് 57 വർഷമാണ് നമ്മൾ നവംബർ 1. അപ്പോ ആ 57 വർഷമായിട്ട് കേരളത്തില് ഇതുവരെ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആക്ട് വന്നിട്ടില്ല. 56 57 വർഷമായത്. അപ്പോ നമ്മുടെ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് നമുക്കൂടെ വന്നിട്ടില്ല. ഇവിടെ ഇപ്പോഴും പഴയ നോമിനേറ്റഡ് കൗൺസിലാണ്. ഒരാൾ ഭരിക്കുമ്പോൾ വേറെ ആളെ കൊടുക്കും. ഇങ്ങനെ നോമിനേറ്റ് ചെയ്ത് അങ്ങനെയല്ല, ഓരോ ജില്ലയിൽ നിന്നും പ്രതിനിധികൾ വരണം. അപ്പൊ അങ്ങനെ വിപുലമായ ഒരു കൗൺസിൽ ഉണ്ടായി. അത് ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കണം. ആ രീതിയിൽ പോകുന്ന കൗൺസിൽ ഇല്ലാത്ത ഏക സംസ്ഥാനം ആരോഗ്യത്തിന്റെയും ലിറ്ററസിയുടെയും മുൻപന്തിൽ നിൽക്കുന്നെന്ന് അവകാശപ്പെടുന്ന കൊട്ടിഘോഷിക്കുന്ന കേരളമാണ്. നമുക്ക് ലജ്ജാകരമല്ലേ? അപ്പൊ അത് ആവശ്യപ്പെടാനുള്ള ഏറ്റവും നല്ല മുഹൂർത്തമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് നമ്മള് ഇന്നത്തെ യോഗം തന്നെ ശക്തമായിട്ടൊരു ഇത് കൊടുക്കണം. കേരള മെഡിക്കൽ പ്രാക്ടീഷണർ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് നടപ്പിലാക്കുന്നതിന് മുൻപായി കേരള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആക്ട് സമഗ്രമായ ബില്ല് അവതരിപ്പിക്കുക, നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെടും. അപ്പൊ എനിക്ക് സമയമായിപ്പോയി. ഇതിന്റെ വളരെ ഡീറ്റെയിൽസിലേക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് ഇനിയും അവസരങ്ങൾ വരും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ആക്ട് നടപ്പിലാക്കുന്നു. ഇതിന്റെ ഡ്രാഫ്റ്റ് രൂപീകരിക്കുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ബില്ലിന്റെ രൂപത്തിലായിട്ട് അസംബ്ലിയിൽ അവതരിപ്പിക്കും. അസംബ്ലിയിൽ നിന്ന് നമുക്ക് വീണ്ടും പാർലമെന്റ് കമ്മിറ്റി ഉണ്ടാവും. ആ കമ്മിറ്റിയുടെ മുന്നിൽ നമുക്ക് ഇത് അവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ടാവും. പിന്നെ ഈ പറയുന്ന റൂൾസ് ഉണ്ടാക്കുമ്പോൾ അവരുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള റൂൾസിനെ സംബന്ധിച്ച് ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് പറയുന്നിടത്ത് സ്റ്റാൻഡേർഡ്സ് നമുക്ക് നിശ്ചയിക്കുവാൻ റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. പക്ഷെ അവിടെയൊക്കെ നാം ഒരു സ്വരത്തിൽ, അതായത് ഹോമിയോപ്പതിക്കാരനെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ, മറ്റേ ആൾ വന്നിട്ട് മറിച്ചും, വേറൊരാൾ വന്നിട്ട് വേറെ രീതിയിലും, ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നാൽ നമുക്ക് നഷ്ടപ്പെടും. ഇത് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങളതിന്റെ എന്റെ സ്പിരിറ്റ് മനസ്സിലാക്കി, അതിന്റെ സത്യം മനസ്സിലാക്കി നിങ്ങൾ എല്ലാവരും നമ്മുടെ ഉള്ള സുഹൃത്തുക്കളെ അറിയിക്കണമെന്നും ഇനിയും ഈ ഡെക്കേഡ് മൂവ്മെന്റിന്റെ സ്റ്റേറ്റ് ആക്ഷൻ കൗൺസിൽ ഇത് സംബന്ധിച്ചിട്ട് ചർച്ചകളും വേണ്ടി വന്ന വർക്ക്ഷോപ്പുകളും നടത്തുമെന്ന് ഞാൻ പറയുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന് ഇത്രയും അവസരം തന്ന ഇതിന്റെ സംഘാടകരോടും ഇതിന് ക്ഷമയോട് കേട്ടുന്ന നിങ്ങൾക്ക് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ മുഴുവൻ എന്റെ ട്രെയിൻ വരാറായിപ്പോയി. അതിലേക്ക് നമുക്ക് കൂടുതൽ നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ ചോദിക്കുന്നതിന് മറുപടി പറയാം. സോറി. താങ്ക് യു വെരി മച്ച്.